ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ 5 വെറൈറ്റി ഇനം ഫ്രൂട്ട്സിനെ കുറിച്ചാണ്. ഫസ്റ്റ് വൺ ആയി ഞാൻ പരിചയപ്പെടുത്തുന്നത് വൈറ്റ് ആപ്പിൾ ജാംബയെക്കുറിച്ചാണ്. അതെ, ഇത് സാധാ ആപ്പിൾ ജാംബയെ പോലെ കഴിക്കാവുന്ന ഒരു ജാംബയാണിത്. ഇത് ഡ്രമ്മിലും നിലത്തും നന്നായി വളരുന്നു, ആയതിനാൽ അതിവേഗം കായ്ഫലം നൽകുന്നു. വലിപ്പത്തിലും വെള്ള നിറത്തിലും വളരെ അട്രാക്റ്റീവായി ഈ ഇനം കാണപ്പെടുന്നു. എല്ലാ ചാമ്പയെപ്പോലെയും മഴക്കാലത്ത് ഇവയുടെ രുചിയിൽ വ്യത്യാസം വരുന്നു. വേനൽക്കാലത്ത് അതിമധുരവും മഴക്കാലത്ത് മധുരക്കുറവും കാണപ്പെടുന്നു. അടുത്തതായി പരിചയപ്പെടുത്തുന്നത് സ്ട്രോബെറി ഗുവ. നേരിയ പുളിപ്പും മധുരവും കലർന്ന ഒരു ഗുവയാണ്. വായിൽ വയ്ക്കുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്നതാണ് ഇതിൻ്റെ ഒരു പ്രകൃതം. മരം നിറയെ കുഞ്ഞു കുലകളായി വ്യാപിച്ചു പിടിക്കുമ്പോഴും ഇവയെ കിളികളാണ് കൂട്ടമായി വന്ന് കഴിക്കാറുള്ളത്. തികച്ചും വ്യത്യസ്ത രുചി തരുന്ന ഇവയുടെ 2 ഇനങ്ങളാണുള്ളത്: സ്ട്രോബെറി റെഡ്, യെല്ലോ. അടുത്തതായി പരിചയപ്പെടുത്തുന്നത് വെൽവെറ്റ് ആപ്പിൾ. കാണാൻ വെൽവെറ്റ് മൂടിയ ഒരു ചുവന്ന ആവരണമുള്ള പഴം. പഴമായി ഉപയോഗിക്കുന്നതിനു പുറമെ ജ്യൂസായി അടിച്ചു കഴിക്കാൻ വളരെ ഉത്തമം. ഇവയുടെ മരത്തെ സ്റ്റീൽ വുഡ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു. ഫർണിച്ചർ മറ്റാവശ്യങ്ങൾക്കായി ഇവയുടെ മരം ധാരാളമായി ഉപയോഗിക്കുന്നു. അടുത്തതായി പരിചയപ്പെടുത്തുന്നത് നോനി ഫ്രൂട്ടിനെ കുറിച്ചാണ്. ഇതിനെ നേരിട്ട് കഴിക്കാൻ അത്ര കഴിയില്ല. അലങ്കാരച്ചെടിയായും ഔഷധച്ചെടിയായും പരിപാലിച്ച് വളർത്താവുന്ന ഒരിനമാണ്. നോനി ഫ്രൂട്ടിൻ്റെ എക്സ്ട്രാക്റ്റ് അടങ്ങിയ ജ്യൂസ് മാർക്കറ്റിൽ ലഭ്യമാണ്. അടുത്തതായി പരിചയപ്പെടുത്തുന്നത് ചെമ്പടാക്ക് എന്ന ഇനത്തിൽപ്പെട്ട ഒരു ചക്കയാണ്. കാണാൻ ചക്ക പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും ഇതൊരു ചക്കയല്ല. ഇവയുടെ ഒരു പ്രകൃതം എന്ന് പറയുമ്പോൾ ആഞ്ഞിലിച്ചക്കയും സാധാ നമ്മുടെ ചക്കയും തമ്മിൽ ക്രോസ് ചെയ്ത ഒരു ഇനത്തെ പോലെയാണ്. ഇതിൽ ടേസ്റ്റ് വളരെ വ്യത്യസ്തമാണ്. ഇതൊരു എക്സോട്ടിക് ഇനമായതിനാൽ കീടങ്ങളുടെ ശല്യം വളരെ കൂടുതലാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.